ദൈവാലയമുറ്റത്ത് ക്രിസ്തു തൻ്റെ കൂട്ടുകാരുമൊക്കെ ഇരിക്കുന്ന സമയത്ത് അനേകർ കൊണ്ട് ആ നേർച്ചപ്പെട്ടിയിൽ നേർച്ചയിടുന്നത് കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ അതൊരു പതിവ് കാഴ്ചയാണ്. കാര്യം ആ നേർച്ചപ്പെട്ടി നമ്മളുടെയൊക്കെ ദേവാലയത്തിലുള്ള പോലെ അത്ര ചെറിയ നേർച്ചപ്പെട്ടിയൊന്നും അല്ല, വലുതാണെന്ന് മാത്രമല്ല, ജെറുസലേം ദേവാലയം വലുതായതുകൊണ്ട് തന്നെ ഈ നേർച്ചപ്പെട്ടിയിൽ കാശിടുമ്പോൾ പല ധനികരും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ചില്ലറ കാശ് കൊണ്ട് അവർ ഭണ്ഡാരപ്പെട്ടിയിലിടും. അങ്ങനെ ഇടുമ്പോൾ ഈ ചില്ലറ കാശ് ഇങ്ങനെ വീഴുമ്പോൾ വലിയ മുഴക്കം ഉണ്ടാവും. അപ്പോൾ ആളുകളൊക്കെ തിരിഞ്ഞു നോക്കും, ആരാണ് ഇത്രയും കാശിടുന്നത്? അപ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും ആരാണ് ഈ കാശിട്ടതെന്ന്. ഒരുപക്ഷെ ധനികരൊക്കെ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഇത്രയും കാശ് പള്ളിക്ക് കൊടുക്കുന്നുണ്ടെന്ന് നാലാൾ അറിയണം. അത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അവർ ആ കാശ് അങ്ങനെ ഇട്ടിരുന്നു. ഇതെല്ലാം ക്രിസ്തു ദൂരെ നിന്നിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വിധവ 2 ചെമ്പ് നാണയം കൊണ്ട് ആരും കാണാതെ ആ ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടിട്ടത്. ഒരു പക്ഷേ ആ സ്ത്രീ ഇത്ര ഭാഗ്യമുള്ളവളാണ് എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. കാര്യം സുവിശേഷത്തിൽ പലരും യേശുവിനെ കണ്ടിട്ടുണ്ട്, പലരും യേശുവിനോട് സംസാരിച്ചിട്ടുണ്ട്, യേശുവും പലരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ദൂരെ നിന്ന് യേശു അവൾ ചെയ്ത ആ പുണ്യപ്രവൃത്തി കണ്ടു എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് സംസാരിച്ചു. അതിനെക്കുറിച്ച് വളരെ ആനന്ദത്തോടെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. പിന്നീട് കാലങ്ങളോളം ആ ചെയ്ത കുഞ്ഞു പ്രവൃത്തി ഇന്നും സഭ വളരെ മനോഹരമായി സുവിശേഷത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യവും ദൂരെ നിന്ന് ഒരു CCTV കണക്ക് വീക്ഷിക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിനെല്ലാം അറിയാം. CCTVയിലെ ദൃശ്യങ്ങളൊക്കെ കുറച്ച് സമയം കഴിഞ്ഞ് എൻ്റെ മെമ്മറിയിൽ നിന്ന് പോവും. പക്ഷേ യേശുവിൻ്റെ മെമ്മറിയിൽ നിന്ന് അങ്ങനെ ഒന്നും പോവില്ല. ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു നന്മകളൊക്കെ യേശു ഇങ്ങനെ ഒപ്പിയെടുത്ത് വെച്ചിരിക്കും. നമ്മൾ പോലും അറിയാതെ നമ്മളൊക്കെ വലിയ മനുഷ്യരാകുന്നത് ഈ കുഞ്ഞു കുഞ്ഞു നന്മകളിലൂടെയാണ്. എനിക്ക് തോന്നുന്നു ഈ സുവിശേഷ ഭാഗം നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കേണ്ടത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കുഞ്ഞു കാര്യങ്ങൾ കൗതുകത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരെയും കാണിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല, ആരും കാണാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇടത് കൈ അറിയുന്നത് വലത് കൈ അറിയാതിരുന്നാൽ എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്, CCTV കണക്കൊരു ദൈവം. ആ ദൈവം എല്ലാത്തിനും പ്രതിഫലം നൽകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാം അറിയുന്ന ദേവാ, എന്നെ നന്നായറിഞ്ഞ പ്രിയാ, എല്ലാം അറിയുന്ന ദേവാ, എന്നെ നന്നായറിഞ്ഞ പ്രിയാ, എന്നുമെൻ പക്ഷം നീ മതി, എന്നുമെൻ പക്ഷം നീ മതി. പകച്ചിടുന്നോർ ഏഴയിൻ ക്ലേശത്തെക്കാളധികം, കാരണമെന്നെ പകച്ചിടുന്നോർ ഏഴയിൻ ക്ലേശത്തെക്കാളധികം, രാവും പകലുമെന്നാഹാരമായി എൻ്റെ കണ്ണുനീർ മാത്രമേ, രാവും പകലുമെന്നാഹാരമായി എൻ്റെ കണ്ണുനീർ മാത്രമേ. എല്ലാം അറിയുന്ന ദേവാ, എന്നെ നന്നായറിഞ്ഞ പ്രിയാ, എന്നുമെൻ പക്ഷം നീ മതി, എന്നുമെൻ പക്ഷം നീ മതി.
കഷ്ടങ്ങളിൽ എൻ്റെ പ്രിയരെല്ലാം ശോധനയ്ക്കായി മാത്രം വന്നിടുമ്പോൾ, കഷ്ടങ്ങളിൽ എൻ്റെ പ്രിയരെല്ലാം ശോധനയ്ക്കായി മാത്രം വന്നിടുമ്പോൾ, അമ്മയെപ്പോലേശു ആശ്വാസമായി മാർവോടണച്ചെന്നെ സ്നേഹിക്കുന്നു. അമ്മയെപ്പോലേശു ആശ്വാസമായി മാർവോടണച്ചെന്നെ സ്നേഹിക്കുന്നു. എല്ലാം അറിയുന്ന ദേവാ, എന്നെ നന്നായറിഞ്ഞ പ്രിയാ, എന്നുമെൻ പക്ഷം നീ മതി, എന്നുമെൻ പക്ഷം നീ മതി. മെൻ സൽപ്പേരും നന്മകളും നഷ്ടമായിടിലും, തിരുനാമം മൂലമെൻ സൽപ്പേരും നന്മകളും നഷ്ടമായിടിലും, വിണ്ണിലെൻ പ്രതിഫലം ഓർത്തിടുമ്പോൾ പ്രത്യാശയാലുള്ളം പൊങ്ങിടുന്നേ. വിണ്ണിലെൻ പ്രതിഫലം ഓർത്തിടുമ്പോൾ പ്രത്യാശയാലുള്ളം പൊങ്ങിടുന്നേ. എല്ലാം അറിയുന്ന ദേവാ, എന്നെ നന്നായറിഞ്ഞ പ്രിയ,